ഓക്കെ. അപ്പോൾ ഇനി നമുക്കുള്ളത് ഫണ്ടമെന്റൽ ഓർ ബേസിക് റിസർച്ച് ആണ്. നമ്മുടെ സിലബസിൽ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചില ഏരിയാസ് ആണ് പറയുന്നത്. ഓക്കെ. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിന, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇവന്റ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം, അല്ലെങ്കിൽ സോഷ്യൽ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസ് ലെവലിൽ നടത്തുന്ന ഒരു തിയറട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷനെ നമുക്ക് ബേസിക് റിസർച്ച് എന്ന് പറയും. ഇപ്പൊ ഇൻവെസ്റ്റിബിൾ ലെവലിലൊക്കെ ചെയ്യുന്ന മിക്ക റിസർച്ചുകളും ഒരു ബേസിക് റിസർച്ചിന്റെ എക്സാമ്പിൾ ആണ്. ആഹ് ഇനി ആ ബേസിക് റിസർച്ച് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം സോഷ്യൽ സയൻസ് വേൾഡിലെ കാര്യമാണ് പറഞ്ഞത്. ഫിസിക്കൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ വരുമ്പോൾ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിന ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനെ ബേസിക് റിസർച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അപ്ലൈഡ് റിസർച്ച്, അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. മിക്കവാറും തന്നെ നമ്മുടെ റിസർച്ച് ഡിസൈനിലെ എക്സ്പീരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒക്കെ വെച്ച് വേരിയബിൾസിനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ആ ടൈപ്പ് ഓഫ് റിസർച്ചുകളെല്ലാം തന്നെ അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എൻഡ് ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു സോഷ്യൽ പ്രോബ്ലത്തിന്, അല്ലെങ്കിൽ നമ്മുടെ എൻക്വയറിക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ റിസർച്ചിന്റെ ഔട്ട്കത്തിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു നമ്മുടെ റിസർച്ചിന്റെ ഔട്ട്കത്തിനെ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അപ്ലൈഡ് റിസർച്ചിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി ആക്ഷൻ റിസർച്ച്, അപ്ലൈഡും ആക്ഷനും തമ്മിൽ മിക്കവാറും തന്നെ എല്ലാവർക്കും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. പക്ഷെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് കുറെ കൂടി ഇവാലുവേഷൻ ബേസിൽ, ഒരു ഇവാലുവേറ്റീവ് റിസർച്ചിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ചിനകത്ത്. നമുക്ക് ഒരുപാട് സമൂഹത്തിൽ ഇപ്പം ഓപ്പറേഷൻ, ആന്റി ഓപ്പറേഷൻ, സോഷ്യൽ വർക്ക് ഒക്കെ ആക്ഷൻ റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത മോഡലുകളാണ്. ഒരു സോഷ്യൽ പ്രോബ്ലം, അത് എന്താണ് ആ പ്രോബ്ലത്തിന്റെ കാരണം എന്ന് ഡയഗ്നോസ് ചെയ്യുകയും ആ കാരണത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്ന ഒരു സൊല്യൂഷൻ കൊടുക്കുക മാത്രമല്ല, നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഡാറ്റ കളക്ഷൻ ഫേസിലും അതിന്റെ അനാലിസിസ് ഫേസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഇമ്മീഡിയറ്റ്ലി പ്രാക്ടിക്കലി ഒരു സൊല്യൂഷൻ റിസർച്ചർ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഒരു സ്റ്റേജസ് ഒക്കെ ആക്ഷൻ റിസർച്ചിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ്, അല്ലെ പെർട്ടിക്കുലർ സോഷ്യൽ പ്രോബ്ലം എന്താണെന്ന് ഒരു സിറ്റുവേഷൻ അനാലിസിസ് നടത്തുന്നു. ദെൻ എന്താണ് ആ പ്രോബ്ലത്തിന് പ്രാക്ടിക്കലി കൊടുക്കാൻ പറ്റുന്ന ഇന്റർവെൻഷൻ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ സോഷ്യൽ ആക്ഷൻ ഒക്കെ ഒരു റിസർച്ച്, ആക്ഷൻ റിസർച്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ത് പ്രാക്ടീസസ് ആണ് ഈ ഒരു ആക്ഷൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസസുകൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് അർജന്റ് ആയിട്ട് ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു സിക്സ്ത് ഉണ്ട്, അത് ബോൾഡിൽ വന്നിട്ടില്ല, കൊളാബറേറ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി. നമ്മൾ മാത്രമല്ല, ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ വേണ്ടി വരും, കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വേണ്ടി വരും, ചിലപ്പം എൻ ജി ഒസിന്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പലതരത്തിലുള്ള ക്ലസ്റ്റേഴ്സിന്റെ ഹെൽപ്പ് നമ്മൾ തേടും. ലേണിംഗും കൂടിയാണ്. സോ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക, ഇമ്മീഡിയറ്റ് ഔട്ട്കം കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ, ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് കുറച്ചുകൂടി ഇവാലുവേഷൻ നടത്തി കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുറച്ചൊരു ലെങ്തി പ്രോസസ് ആയിരിക്കും ആക്ഷൻ റിസർച്ചിന് ഉണ്ടാവുക. ദെൻ അഗെയിൻ നമ്മുടെ ഈ നമ്മൾ ചെയ്ത ഈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിനെ എല്ലാം നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ആക്ഷൻ മോഡിലേക്ക് പോകുന്നു. അപ്പൊ പൊതുവെ നെറ്റ് എക്സാമിന് ചോദിക്കാറുള്ള കുറച്ച് കീവേഡ്സ് എന്ന് പറയുന്നത് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്, റിവൈസ്ഡ്, എഗെയിൻ പ്ലാൻ. ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. എക്സാമിന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ബേസിൽ ഇത് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഇനി റിസർച്ച് ഡിസൈൻ്റെ ടൈപ്സ്, മറ്റത് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. എക്സ്പ്ലോറേറ്ററി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അതിനെക്കുറിച്ച് പക്ഷെ അധികം ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയില്ല. അപ്പൊ ആ ഏരിയയിൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്ക്രിപ്റ്റീവും ഡയഗ്നോസ്റ്റിക്സും
ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെ കുറിച്ച് നമുക്കറിയാം, അതിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ. ഇത് ഈ ആക്ഷൻ റിസർച്ചും ഡയഗ്നോസ്റ്റിക് റിസർച്ചും ഒക്കെ ഏകദേശം ഒരു സിമിലർ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന റിസർച്ചാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് ഡിസൈൻ അഥവാ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഇനി എന്താണ് റിസർച്ച് ഹൈപ്പോത്തസിസ് എന്നും കൂടി ജസ്റ്റ് ഒന്ന് വേഗം പറയാം. നമ്മൾ റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു അസംഷൻ ഉണ്ട്. അപ്പൊ ആ അസംഷനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസംഷൻ എന്ന് പറയുന്ന സബ്ജക്ടിവിറ്റി കൂടുതലുണ്ട്, ടെസ്റ്റിംഗ് പോസിബിൾ അല്ല. നമ്മുടെ റിസർച്ചറിന്റെ മൈൻഡിനുള്ളിലുള്ള റിസർച്ചർ വായിച്ചതോ കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ എക്സ്പീരിയൻസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് റിസർച്ചറിന് തോന്നുന്ന ഒരു അസംഷനാണ്. ഈ അസംഷനെ നമുക്ക് എന്താക്കി മാറ്റണം? ടെസ്റ്റബിൾ ആയ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. അങ്ങനെ ഒരു അസംഷൻ കൺവേർട്ടിംഗ് ടു ടെസ്റ്റബിൾ, പ്രെഡിക്റ്റബിൾ, ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്, ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ, അല്ലെ അങ്ങനെ മാറ്റിയ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ പറയുന്നുണ്ട്. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 വാക്കുകളാണ് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് റിസർച്ചറിന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വേരിയബിൾ ആയിരിക്കും. ആ വേരിയബിൾ കൊണ്ട് ഒരു എഫക്റ്റ് മറ്റെന്തോ ഒരു കാര്യത്തിന് സംഭവിക്കും. അങ്ങനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ സ്വാധീനത്താൽ മാറ്റങ്ങൾ വരുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ അഥവാ റിസർച്ചറിന് മാനിപ്പുലേഷൻ സാധിക്കാത്ത വേരിയബിളിനെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഞാൻ ഓൾറെഡി പിപിടി തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്യാം. ഇനി റിസർച്ചിന്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നമുക്ക് സിലബസിൽ കവർ ചെയ്യാനുള്ളത്. ഇത് ജനറലി ഇത്രയും സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഇതിൽ പല ഫോർമാറ്റ് APA ഒരു സ്റ്റെപ്സ് പറയുന്നുണ്ട്, പല റിസർച്ച് ഓതേഴ്സ് പലതരത്തിലുള്ള സ്റ്റെപ്സ് പറയുന്നുണ്ട്. പിന്നെ ജനറലി നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സിന് വ്യത്യാസം വരും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുമ്പോൾ വേറെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ കയറി വരും. ഫസ്റ്റ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യും. നമുക്ക് ഒരു 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 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫിൽറ്റർ മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ആണ് നിങ്ങളുടെ റിസർച്ച് ഏരിയ എങ്കിൽ ആ റിസർച്ച് ഏരിയനെ കുറിച്ച് വാസ്റ്റ് ആയിട്ട് വായിക്കുക. അതിനെക്കുറിച്ച് കേരളത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, ഗ്ലോബലി നടന്നിട്ടുള്ള പഠനങ്ങൾ, അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തി കഴിയുമ്പോൾ ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ആ ബ്രോഡ് ഏരിയനെ വളരെ എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിസർച്ചബിൾ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഏരിയ അല്ലെങ്കിൽ റിസർച്ച് ഇൻട്രസ്റ്റ് ഏരിയ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ലിറ്ററേച്ചർ റിവ്യൂ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം കേട്ടോ. സെക്കൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പറ്റുന്ന നമ്മുടെ റിസർച്ചിന് പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ നമ്മൾ കൺസെപ്ച്വലൈസേഷൻ നടത്തുന്നു. ദെൻ നമുക്ക് പറ്റുന്ന റിസർച്ച് ഡിസൈൻ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ്. അതിനനുസരിച്ച് നമ്മൾ ഏത് ഡിസൈനാണ്, മിക്സഡ് ആണോ എന്താണെന്ന് തീരുമാനിക്കുന്നു. ആ ഡിസൈൻ അനുസരിച്ച് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അതിന് ഡാറ്റ കളക്ഷന് പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ്, ടൂളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? സാമ്പിൾ എങ്ങനെ കളക്ട് ചെയ്യണം? സാമ്പിളിംഗ് ഡിസൈൻ ഉണ്ട് നമുക്ക്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ റിസർച്ചിന്റെ മറ്റു ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും. പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി ഡിസൈൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് നമുക്ക് എടുക്കേണ്ടത്? ദെൻ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? റിസർച്ച് പ്രപ്പോസൽ എഴുതുക. അഥവാ നമ്മുടെ മെത്തഡോളജി പാർട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലെവലിൽ പറയാം. റിസർച്ച് പ്രപ്പോസൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ഡാറ്റ കളക്ഷൻ ഫേസിലേക്ക് പോകുന്നു. ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇപ്പം ഒരു വ്യക്തി റിസർച്ച് ചെയ്യുന്നതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ ശരിക്കും വർക്കിംഗ് കോണ്ടെക്സ്റ്റിൽ പറയാം. ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഫണ്ട് ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നമ്മുടെ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത 4ഓളം വരുന്ന ഫേസിലെ കാര്യങ്ങളെല്ലാം കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രപ്പോസൽ, പല സ്റ്റൈലുകളുണ്ട് പ്രപ്പോസൽസിന്, പല സ്ട്രക്ചറും ഉണ്ട്. അത് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പല ഡോണേഴ്സിനെയും സമീപിക്കാം. ഓക്കെ, നമ്മൾ ഫണ്ടൊക്കെ കിട്ടി, നമ്മൾ ഡാറ്റ കളക്ഷൻ ഫേസിലേക്ക് കയറി, ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് നമുക്ക് അനലൈസ് ചെയ്ത ഡാറ്റേനെ നമുക്ക് ഹ്യൂജ് ഡാറ്റ ആയിരിക്കും കൈ കിട്ടുന്നത്. ഇപ്പം ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും വോളിയം ഓഫ് ഡാറ്റ വിൽ ബി വെരി എനോർമസ്. അപ്പൊ അത് നമുക്ക് മറ്റുള്ള കോമൺ പബ്ലിക്കിനോ അല്ലെങ്കിൽ റിസർച്ച് പബ്ലിക്കേഷൻ സൈറ്റുകളിലോ ഗവൺമെന്റിനോ ഒക്കെ ആയിട്ട് നമുക്കിത് പുറത്തേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമുക്ക് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജനറലൈസേഷൻ പോസിബിൾ ആകും. ഇന്റർപ്രിട്ടേഷൻ നടത്തുന്ന നമ്മുടെ ഡാറ്റേനെ ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇത്രയാണ് സ്റ്റെപ്സ് പറയുന്നത്. ഇത് കുറച്ചുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഓരോന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
യെസ്. ഇനി ലാസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ICT ആണ്, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇത് എങ്ങനെയാണ് നമ്മുടെ റിസർച്ച് റിലേറ്റഡ് വർക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് സൈറ്റുകൾ, ഓൺലൈൻ സൈറ്റുകൾ ഉണ്ട് ലിറ്ററേച്ചർ റിവ്യൂ നടത്താനും ടൂള് കറക്ഷൻസിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് എൻഡിൽ അനാലിസിസ് നടത്താനും ഒക്കെ ആയിട്ട് ഒരുപാട് റിസർച്ച് ഏരിയ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഇൻഫർമേഷൻ സോഴ്സുകളുണ്ട്. നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം. ലിറ്ററേച്ചർ സർവേ നമ്മൾ നടത്തുക. സർവേ നടത്തിയതിനു ശേഷം നമുക്ക് കിട്ടിയ ഇൻഫർമേഷനകത്തുനിന്ന് നമ്മൾ കൃത്യമായിട്ട് സിന്തസൈസ് ചെയ്ത് നമ്മുടെ റിസർച്ചിന് പറ്റുന്ന ഗ്യാപ്പ് എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ചൂസ് മെത്തേഡ്സ് ഫോർ റിസർച്ച്. ഓരോ മെത്തേഡിനും, ഓരോ റിസർച്ചിനും ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഡാറ്റ കളക്ഷനും ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഫേസിലും ഒക്കെ. ലിറ്ററേച്ചർ റിവ്യൂ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ തന്നെ നടത്താൻ പല രീതികളുണ്ട്. നറേറ്റീവ്, സിസ്റ്റമാറ്റിക്, അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് തീരുമാനിക്കാം. ഡാറ്റ കളക്ഷൻ, റെഫറൻസിങ്ങിന് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് APA, MLA, ഡിഫറെന്റ് റെഫറൻസിങ് സൈറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ലാർജ് ഓഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുന്നത്, ആ ഡാറ്റേനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട്, ഫാക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ കാരണം ആവശ്യമില്ലാത്ത ഒത്തിരി ഡാറ്റ നമ്മുടെ കയ്യിൽ അക്യുമുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാൻ ഇലക്ട്രോണിക് റിസോഴ്സസ് ഉണ്ട്. കോമൺ ഫോർമാറ്റ്സ് ഉണ്ട് റിട്രീവ് ചെയ്യാനായിട്ട്. ഇൻഡിവിജ്വലി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിന് പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് സെർച്ചിങ് ജേർണൽസുകൾ, ജേർണലുകൾ, ആർക്കൈവ്സ്, റെക്കോർഡ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ICT യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് റിസർച്ചിനകത്ത് ICTയുടെ റോൾ എന്ന് പറയുന്നത്? ഒന്ന് കമ്മ്യൂണിക്കേഷൻ. എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ സാമ്പിൾ പോപ്പുലേഷനോട്, യൂണിറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ റിസർച്ച് നമ്മൾ നടത്തുന്ന ഓർഗനൈസേഷൻ, നമ്മുടെ ഗൈഡ്, പബ്ലിക്, മറ്റ് സൈറ്റുകൾ, അങ്ങനെ റിസർച്ച് ഏരിയയിൽ റിസർച്ചിലോട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ICT ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇമെയിൽ ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം, ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. ഇൻഫർമേഷൻ ഷെയറിങ്, നമുക്കിപ്പോൾ ഒരു 500 പേജ് 600 പേജ് ഡാറ്റ, നമ്മുടെ റിസർച്ചിന്റെ ഫൈനൽ കൺസോൾട്ടേറ്റഡ് ഡോക്യുമെന്റ്, അത് പ്രിന്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ നമുക്കതിനെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അത് സോഫ്റ്റ് കോപ്പി ആക്കി സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാം, ഇമെയിലുകളായിട്ട് അയക്കാം, PPTകളായിട്ട് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ജേർണലുകളിൽ അതിന്റെ ഷോർട്ട് അവർ പറയുന്ന റിക്വയർമെന്റിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. സിമുലേഷൻ, ആസ് പറഞ്ഞതുപോലെ തന്നെ വെർച്വൽ ലാബുകൾ, റോബോട്ടിക് എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇവാലുവേഷൻ, പലതരത്തിലുള്ള ടൂൾസും ടെക്നോളജീസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫീഡ്ബാക്ക് ആൻഡ് ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ ഓൺലൈൻ ടൂളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഗൂഗിൾ സ്കോളർ ഒക്കെ കേട്ടിട്ടുണ്ടാവും. JSTOR, SciHub, Springer, മൈക്രോസോഫ്റ്റ് അക്കാഡമിക് റിസർച്ച് സയൻസ്, സ്കോപ്പർ, റിസർച്ച് ഗേറ്റ്, ബയോഹണ്ടർ, ഇതൊക്കെ ഇതിൽ കൂടാതെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ പലതരം ടൂളുകൾ, ഇതൊക്കെ പറയുന്നത് റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്ന സൈറ്റുകളാണ്. പക്ഷെ AI ടൂളുകളും ഇഷ്ടംപോലെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. റിസർച്ച് റാബിറ്റ്, പെർപ്ലക്സിറ്റി, കൺസെൻസസ് എന്നൊക്കെ പറയുന്ന സൈറ്റുകൾ ഒഫീഷ്യലി ഓതേർഡ് ആണ്, യൂസ് ചെയ്യാനായിട്ട് പറ്റും. എഡു, SSRN, ഡീപ് ഡൈവ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പം നെറ്റിന് ചോദിച്ചേക്കാം. ഈ പേരുകളൊക്കെ കൊടുത്തിട്ട് ഇത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. വിക്കിപീഡിയ പറയത്തില്ല, പൊതുവെ പറയാറില്ല. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി റിസർച്ച് പബ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് ടൂളുകളാണ്. സൈറ്റേഷൻ സ്റ്റൈല്, ഓരോ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുന്ന റിസർച്ച് മെറ്റീരിയലിനാണ്. സൈറ്റേഷൻ സ്റ്റൈലുകൾ നമുക്ക് APAയിൽ നിന്നും MLA അങ്ങനെയൊക്കെയുള്ള സൈറ്റേഷൻ സ്റ്റൈലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് അവർ കിട്ടും. സൊട്ടേറോ എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഡ്രാഫ്റ്റ്, ടൈപ്പ് റൈറ്റർ, സയൻസ് ഓപ്പൺ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. So we will be ending here. Research ethics we will be discussing in the other class. Thank you.